ഈ കോടതി വിധിയിലൂടെ കുറ്റവിമുക്തനായ നമ്മുടെ പ്രിയങ്കരനായ ദിലീപ് അല്ലേ, നല്ലൊരു നടനാണ്, ഒരു മനുഷ്യസ്നേഹിയാണ്, കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു സഹാനുഭൂതിയുള്ളൊരു മനുഷ്യനാണ്. മറ്റു പലർക്കും ഇല്ലാത്തതും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും കോടതി വിധിയിലൂടെ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതിയിൽ കോടതികളുടേത് അവസാന വാക്കാണ്. അതിന് മുകളിൽ വ്യക്തികൾക്ക് അഭിപ്രായമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിമർശനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇത് ജനാധിപത്യ രാജ്യമാണ്, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനും പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ്. പക്ഷേ ഓരോ ദിവസവും പുതിയ മാധ്യമ ചർച്ചകൾ നടക്കുകയാണ്. കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളെ ഇത്തരത്തിൽ വീണ്ടും മാധ്യമ വിചാരണ നടത്തുകയും ചില വ്യക്തികൾ തന്നെ, അത് പുരുഷനും സ്ത്രീയുമുണ്ട് അല്ലേ, അത് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. അപ്പോൾ ഭാഗ്യലക്ഷ്മി ദിലീപിനെ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് സംഭവ വികാസങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുക. ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയാൻ കാരണം, ഈ കേസ് വന്ന് എത്ര വർഷങ്ങളായി നോക്കിയേ. ഈ വർഷങ്ങളൊക്കെയും ഈ കേസിന്റെ നാൾ വഴികളെ സാഗൂതം വീക്ഷിച്ച ഒരാൾ എന്നുള്ള നിലക്കാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഈ കേസിന്റെ മെറിറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ ഈ കേസ് ഉണ്ടാവാനുള്ള സാധ്യത തെളിയുന്നത്, അല്ലെങ്കിൽ ഈ കേസ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ചില സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം. അപ്പം ദിലീപ് വെളിപ്പെടുത്തിയതുപോലെ തന്നെ മഞ്ജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില അഭിപ്രായങ്ങൾ, ചില തുറന്നു പറച്ചിലുകളാണ് ഈ കേസിലേക്ക് നയിച്ചതെന്ന് ദിലീപ് കേസിന്റെ വിധി വന്ന് കുറ്റവിമുക്തനായതിനു ശേഷം പറയണമെങ്കിൽ, ഭാഗ്യലക്ഷ്മി ഇതേപോലെ നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരി ഒരുപാട് സിനിമ അനുഭവ സമ്പത്തുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ വ്യക്തി വൈരാഗ്യങ്ങളെ അല്ലെങ്കിൽ സംഘടനയിൽ പിടിമുറുക്കിയ ദിലീപിന്റെ തീരുമാനങ്ങളോട് വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ ഭാഗ്യലക്ഷ്മിക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുടെ ഭാഗമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ, കാരണം ഫെഫ്കയിലൊക്കെ ഇവർ അംഗങ്ങളാണല്ലോ. അപ്പം അത്തരത്തിലോ മറ്റോ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഭാഗ്യലക്ഷ്മിക്ക് ഉണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കാരണം തുടർച്ചയായി ഇവർ ഇപ്പോൾ കോടതി വിധിക്ക് ശേഷവും ദിലീപിനെ നാണം കെടുത്തുന്ന പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് സിനിമാ നടൻ ലാല്, മോഹൻലാൽ അല്ല, നമ്മുടെ ജീൻ പോൾ ലാലിൻ്റെ അപ്പൻ ലാല്, സിദ്ദിഖ് ലാല്, അതിലെ നമ്മുടെ ലാൽ. പുള്ളിക്കാരൻ്റെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നത് അല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ്റെ വണ്ടിയാണ് അതിജീവിതയ്ക്ക് അയച്ചു കൊടുക്കുന്നത്. എന്തിന്? രമ്യ നമ്പീശൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. ഇവരൊരു കോണമാണ് കേട്ടോ. ഈ രമ്യ നമ്പീശനും റിമ കല്ലിങ്കലും അതിജീവിതയും എല്ലാം തന്നെ ഒരു കോണത്തിൽ ഉൾപ്പെടുന്നവരാണ്, ഫ്രണ്ട്സാണ്. അപ്പോൾ അവരങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സിനിമ ഷൂട്ടിംഗ് തീർന്നിട്ടും അതിൻ്റെ ഡബ്ബിംഗ് ജോലികൾ മാത്രമാണ് അത്രയും നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എനിക്ക് രമ്യ നമ്പീശൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയുന്നു. ലാലിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ വാഹനം അയച്ചു കൊടുക്കുന്നത്. ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഡ്രൈവർ അടക്കം ഈ ഒരു കേസിൽ പ്രതിയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ഒത്തിട്ട് ഈ പൾസർ സുനിയും ലാലിൻ്റെ ഡ്രൈവർ അടക്കമുള്ള ആളുകളും ഒത്ത കളിയാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പറഞ്ഞു കേൾക്കുന്ന കാര്യം, ലാലും ദിലീപിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ദിലീപ് ഇതിനകത്തൊരു കൾപ്രറ്റേ അല്ല. ദിലീപിന് പങ്കാളിത്തം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ദിലീപ് ഇതിനകത്ത് നേരിട്ട് ഇടപെട്ടിട്ടേ ഇല്ല. ഗൂഢാലോചന കുറ്റം മാത്രമാണ് 8ാം പ്രതിയായ ദിലീപിൻ്റെ പേരിലുള്ളത്. അതുകൊണ്ട് അയാളെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഈ ഒരുപാട് കമൻറ്റോളികൾ പറയുന്ന പോലെ, കുറേ സോഷ്യൽ മീഡിയ സപ്പോർട്ടേഴ്സ് പറയുന്ന പോലെ രാജ്യത്തെ നിയമത്തിനെ നോക്കുകുത്തിയാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധിന്യായം ഏതെങ്കിലും ജഡ്ജിക്ക് വായിക്കാൻ പറ്റുമോ? എഴുതിയുണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അവരുടെ മുമ്പിലുള്ള കൃത്യമായ തെളിവുകൾ, അത് ഒരിക്കലും സാഹചര്യ തെളിവുകൾ വെച്ച് ചെയ്യാൻ അവർക്ക് പരിമിതികൾ കാണും. പിന്നെ വിധിന്യായങ്ങൾ അന്തിമമല്ലല്ലോ, അതിനെ ഉയർന്ന കോടതികളിൽ ചോദ്യം ചെയ്യാനാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോക്യുമെന്റുകൾ മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയാലും പരിശോധിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ദിലീപിന് ഇനി കാര്യമായി പ്രശ്നങ്ങൾ
ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അല്ലേ? അതുകൂടി മനസ്സിലാക്കാം. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇനിയിപ്പോൾ അപ്പീലിന് പോയാലും ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോയാലും അവിടെ ഏതൊക്കെ തരം ഡോക്യുമെൻ്റാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ വിധിന്യായം ഉണ്ടായിട്ടുള്ളത്, ആ ഡോക്യുമെൻറ്റുകളിൽ കൃത്യമായിട്ടുള്ള പരിശോധനയാണ് നടക്കുക. ഓക്കെ, അപ്പോൾ ആ ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിധി വരാനുള്ള സാഹചര്യവും ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഒരാളെ പിന്തുടർന്ന് മോശം കമൻറ്റുകൾ ചെയ്യുകയും അയാളെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരടക്കമുള്ള ടീമുകളെ കോടതി തന്നെ നിലക്ക് നിർത്തണം. നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ തന്നെ നിലക്ക് നിർത്തേണ്ടതുണ്ട്. ആ ജഡ്ജ് പോലും വനിതാ ജഡ്ജാണ്, അവർ പോലും രാജിവെച്ച് പോകണമെന്നൊക്കെ വളരെ വലിയ വായിട്ടലയ്ക്കുന്ന ഒരു അഡ്വക്കേറ്റിനെയും കണ്ടു. അവരുടെ ആ ഒരു അവസ്ഥ, കാരണം കേസിൽ തോറ്റത് കൊണ്ടോ മറ്റോ എന്തോ വളരെയേറെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള പ്രസ്താവനകളായിട്ടാണ് തോന്നിയത്. എന്തായാലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിച്ചേ പറ്റൂ. മറ്റൊരു വിധിയായിരുന്നെങ്കിലും അതിനെ നമ്മൾ സ്വീകരിക്കേണ്ടി വരുമായിരുന്നു. രാജ്യത്തെ നിയമം അങ്ങനെയാണ്. തീർച്ചയായിട്ടും എത്ര അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ നിയമം വിവക്ഷിക്കുന്നത്.